സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയർഡ് റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ റിവ്യൂ ആവുന്നത് നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയൊരു മൂവി ആയിട്ടുള്ള മേരി എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആണ്. കാര്യം സത്യം പറഞ്ഞാൽ ഇതൊരു കിട്ടില്ല മൂവിയാണ്, പക്ഷെ ഒരു അണ്ടർ റേറ്റഡ് ആണ്. കാര്യം ഈ ഒരു പടത്തിനെ കുറിച്ച് ആർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് പോലത്തെ യേശുക്രിസ്തുവിന്റെ കുറെ മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് കുറെ കേട്ടിട്ടുണ്ട്. പക്ഷേ യേശുക്രിസ്തുവിന്റെ അമ്മയായിട്ടുള്ള മേരിയുടെ സ്റ്റോറി അങ്ങനെ ആരും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എനിക്കിത് എത്രത്തോളം ബൈബിളുമായിട്ട് ആക്യുറേറ്റ് ആണെന്നുള്ള കാര്യമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ എനിക്ക് പടം കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെട്ടു. അതായത് നമ്മുടെ യേശുക്രിസ്തുവിന്റെ അമ്മയായിട്ടുള്ള മേരി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ സ്റ്റോറിയാണ് നെറ്റ്ഫ്ലിക്സ് ഈ ഒരു മൂവിയിലൂടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അത് കിട്ടില്ലെന്നൊരു തുടക്കമായിട്ട് സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഈ ഒരു പടം എടുത്തേക്കുന്നത്. മേരിയുടെ ആ ഒരു സ്റ്റോറി എടുത്ത് കാണിച്ചിരിക്കുന്നത് ബൈബിളുമായിട്ട് എന്തോ ഒരു ആക്യുറേറ്റ് ആണെന്ന് ഒരു പിടുത്തമില്ല. പക്ഷെ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു മൂവിയും കണ്ടിട്ടുണ്ടെങ്കിൽ ആക്യുറേസി എത്രയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യുക. എനിക്കറിയത്തില്ല, കണ്ടു നോക്ക്. കിട്ടില്ല മൂവി, പക്ക ക്വാളിറ്റി, നല്ല രീതിയിൽ ക്വാളിറ്റിയിലാണ് ഈ ഒരു മൂവി എടുത്തേക്കുന്നത്. അവസാനം നമ്മുടെ യേശുക്രിസ്തുവിന്റെ ജനനത്തോടെയാണ് ഈ ഒരു മൂവി മെയിൻ ആയിട്ട് എൻഡ് ചെയ്യുന്നത്. ആ ഒരു കുഞ്ഞു വെച്ചുണ്ടായിട്ട് ഒരു സീനിലാണ് മൂവി എൻഡ് ചെയ്യുന്നത്. കിട്ടില്ല മൂവിയാണ്. ഇതൊരു കണ്ടിന്യൂവേഷൻ ആയിട്ട് നെറ്റ്ഫ്ലിക്സ് അടുത്ത് പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് പോലത്തെ അത്രയും വരത്തില്ലായിരിക്കും, എന്നാലും അതുപോലെ ഒരു യേശുക്രിസ്തുവിന്റെ മൂവി ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കൊണ്ടുവരുവാണെങ്കിൽ കിഡിലിനായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്വാളിറ്റിയിലാണ് മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഒരു വീഡിയോ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു മൂവി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.